എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ വരദേവത കാവില് ഉണ്ണിമോളും ഗിരിദേവനും വാവരും ഒക്കെ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ അടുത്തേക്ക് കാന്തൻ ആ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ കാന്തനെ കണ്ടതും പെട്ടെന്ന് കല്ലുവും ജയന്തനും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. കല്ലു ചെന്നിട്ട് പറഞ്ഞു, ഏട്ടൻ എന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് വരുവാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്താ എന്നെ കാണാതെ അന്വേഷിച്ചു വന്നാണെന്ന് ചോദിക്കേ. അല്ല, ഇവര് കാണാൻ വന്ന കല്ലുവിനെ കാണാനല്ല, ഈ കുട്ടികളെ കാണാൻ വന്നതെന്ന് പറയണം. ആര്? ഗിരിദേവനെയൊക്കെ. അതെ. പെട്ടെന്ന് അതിലൊരാൾ വന്നിട്ട് പറഞ്ഞു, അതെ, കിഴക്കേവാതിലിന് ശാപമോഷം കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. കാന്തം വന്നിട്ട് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടികളെ ഒന്ന് കണ്ട് നേരിട്ട് അനുമോദിക്കാനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയെന്ന് പറയാണ്. പിന്നീട് കയ്യിലിരുന്നൊരു ഗിഫ്റ്റ് ഉണ്ണിമോൾക്കും ഗിരിദേവനും അയ്യപ്പനും കൊടുക്കുക. ഇത് വാങ്ങ്, ഞങ്ങളുടെ ചെറിയൊരു ഉപകാരം എന്ന് പറയണം ഈ നാട്ടുകാരുടെ. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അല്ല, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ഞങ്ങളോട് ഇതേ ഈ കാന്തം വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാം. പിന്നീട് അയാൾ പറഞ്ഞു, എനിക്കുണ്ട് 2 ആൺകുട്ടികളുണ്ട്. അവരെ ചെറുതിലെ തന്നെ ഞാൻ എന്റെ ഒരു ബന്ധു വീട്ടിലാക്കി. ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് വലുതായി കഴിയുമ്പോ എനിക്ക് കൊള്ളി വെക്കാനായിട്ട് ആരും ഉണ്ടാവത്തില്ല. ഈ സുന്ദരിക്കാവിലേക്ക് അവര് വരും. പിന്നീട് എനിക്ക് എന്റെ മക്കളെ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് അവരെ മാറ്റിയെന്ന് പറയാം. ഇവരുടെ കൂടെ മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീഡിയാസ് ഒക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വീഡിയോസിൽ പകർത്തു വേണം. ആ സുന്ദരിയുടെ ഭർത്താവിന്റെ വിഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ള വീഡിയോസും എല്ലാം പിടിക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് റിപ്പോർട്ടർ പോയിട്ട് ആ കിഴക്കേവാതിൽ എഴുതിയേക്കുന്ന ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡൊക്കെ വീഡിയോ പിടിച്ചിട്ട് പറഞ്ഞത്, ഇതാണ് കിഴക്കേവാതിലേക്ക് ഉള്ള എൻട്രി. ഇവിടെയാണ് മുമ്പേ ഒരു വാതിലുണ്ടായിരുന്ന പറഞ്ഞേ. പക്ഷെ ഇപ്പോഴാ വാതിലില്ല. ആ വാതിൽ ഇവിടുന്ന് അപ്രത്യക്ഷമായെന്ന ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയണേ. ഇതിനുള്ളിലേക്ക് ആരും കടന്നു പോകാറില്ല. കാരണം എന്താണെന്നറിയാവോ? ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ പുരുഷന്മാര് അല്ലെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ പോവാറില്ല. പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മടക്കയാത്ര സാധ്യമല്ലെന്നാ പറയണേ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഇവിടെയുള്ള ആൾക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് നേരെ ചെല്ലുവാണ്. പിന്നീട് അവിടെയുള്ള ഒരാളോട് ചോദിക്കുകയാണ്, അല്ല, ഇവിടത്തെ കുറിച്ച് താങ്കൾക്ക് ശരിക്കും അറിയാവുന്ന കാര്യമല്ലേ, ഒന്ന് വിശദീകരിക്കാമെന്ന് ചോദിക്കണം. അത് ഇവിടെ പൗർണമി നാളില് ചെറുപ്പക്കാർ ഓരോരുത്തരും ഇങ്ങോട്ട് വരുമെന്നാ പറയുന്നത്. പക്ഷെ എങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരാരും പുറത്തേക്ക് വരാറില്ല. ആരോഗ്യമുള്ള പുരുഷന്മാര് വന്നിട്ടുണ്ടെങ്കിൽ സുന്ദരിയുടേതാകുന്നാ പറയണേ. പിന്നെ സുന്ദരി അവരെ ആർക്കും വിട്ടുകൊടുക്കാറില്ല. പക്ഷെ അതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം നന്നായിട്ട് ഭയന്നാ ജീവിച്ചിരുന്നേന്ന് പറയാം. ഈ സമയം കല്ലു പറഞ്ഞ്, ശരിയാ, അതുപോലെ തന്നെ എനിക്കും അനുഭവമുള്ള കാര്യങ്ങളുണ്ട്. എന്റെ കാന്തൻചേട്ടന്റെ കാര്യം അങ്ങനെ തന്നെയാ. എന്താ, കാന്തൻചേട്ടൻ ജീവനും അപകടത്തിലായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഈ സുന്ദരിക്കാവില് ആ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച ഈ കുട്ടികൾ ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് അവിടെ ഉള്ള ദേശക്കാരിൽ ഒരാൾ പറയണം, ശരിയാ, ഈ കുട്ടികൾ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടന്നേ. ഇവരാരെയോ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവരുടെ യാത്ര അവസാനിച്ച് ഇവിടെ അന്വേഷിച്ച് വന്നതിന് ശേഷമാണ് ഇവിടെ ഈ കിഴക്കേവാതില് ഇങ്ങനെ ആൾക്കാർക്ക്, അതായത് പുരുഷന്മാർക്ക് ആർക്കും കയറി വരാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഈ സുന്ദരിക്കാവിൽ ഒരു ശാപമോഷം കിട്ടിയത്. ഇവിടെ ഒരു വലിയ വാതിലുണ്ടായിരുന്നു, കിഴക്കേവാതില്. ആ വാതില് പോലും അപ്രത്യക്ഷമായി പോയി. കുറെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയതാണ്. അപ്പോഴെല്ലാം കണ്ടത് ഇവിടുത്തെ ശാപമോഷം കിട്ടാതെ കിടക്കുന്ന ഈ സുന്ദരിയെ കുറിച്ചാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞങ്ങള് ദേശവാസികളൊക്കെ കഴിയുന്ന സമയത്താണ് ഈ കുട്ടികൾ വന്ന് സുന്ദരിക്ക് മോഷം കൊടുത്തത്. അതുകൊണ്ട് ഞങ്ങളിപ്പൊ സന്തോഷവന്മാരാന്ന് പറയാ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് റിപ്പോർട്ട് പറഞ്ഞ് കണ്ടില്ലേ, 3 ചെറിയ കുട്ടികളാണ്. പക്ഷെ ഇവര് അത്ഭുത സിദ്ധികളുള്ള കുട്ടികളാണെന്നാ ഈ ദേശക്കാര് പറയണേ. കിഴക്കവാതിലിന് ശാപമോഷം കിട്ടി ഇവിടുത്തെ ആൾക്കാർക്കും. ഇത് കേട്ടപ്പം കല്ല് പറഞ്ഞു, അതിനകത്ത് ഒരു സംശയമില്ല, ഇവര് 3 കുട്ടികൾ വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴിങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല എന്ന് പറയണം. ജയന്തനും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ജയന്തൻ പറഞ്ഞു, എന്നെ അന്വേഷിച്ചിട്ടാണ് ഇവരിങ്ങോട്ട് വന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കിഴക്കേവാതിലേക്ക് ഞാൻ വരാനിടയായതും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ. അതിനകത്ത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് ഈ കുട്ടികളോട്. പിന്നീട് കാണിക്കുന്ന മണിമാളികയിലേക്ക് ഓടി വരുവാണ് സുജയുടെ അമ്മ ലീല. കാരണം ലീലയുടെ പുറകെ തന്നെയുണ്ട് ജീവയുണ്ട്. അതേ, മാമി അവിടെ നിൽക്കുക, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയണം. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വരുന്നേ. അപ്പൊ രാത്രിയിലായിരുന്നല്ലോ അങ്ങോട്ട് ജീവ വന്ന് കയറിയത്. പിന്നെ ജീവയുടെ ആ മണി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജീവനെ കാണാനും ഇല്ലായിരുന്നു. ആ മണിമാളികയുടെ ഫ്രണ്ട് വലിയൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ മണി ആര് വന്ന് അടിച്ചാലും അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നാ പറയണേ. പക്ഷെ പിന്നീട് അവരെ ആരും പുറലോകം കാണത്തില്ല. ഈ സമയം അങ്ങോട്ട് ഓടി വന്നിട്ട് ആ മണി അടിക്കാൻ തുടങ്ങിയ അവരെ തടഞ്ഞു നിർത്തുവാണ് ജീവ. എന്നിട്ട് പറഞ്ഞു, ജീവല്ല സുജ. എന്നിട്ട് പറഞ്ഞു, എന്താ മാമിയെ കാണിക്കണേ, എനിക്ക് എന്റെ മോനെ വേണം, ജീവ ജീവ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോയി ആ കഥകേല് മണിമാളികയുടെ കഥകേൽ ഇങ്ങനെ മുട്ടുവാണ്. കുറെ മുട്ടിയിട്ട് ഒരു അച്ഛനൊക്കെ ഒന്നും കേൾക്കുന്നില്ല. കേട്ടോടാ മോനെ, എന്റെ മോന്റെ ഒരു ഒച്ച പോലും ഇല്ല.
നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും. ഞാൻ വിളിച്ചാലായിരിക്കും എന്നോട് ദേഷ്യമായിരിക്കും. അതാ മാമനും കൂടെ അവനോട് ഇങ്ങനെ മോശമായിട്ട് രീതി പറഞ്ഞോണ്ടല്ലേ അവൻ ഇങ്ങോട്ട് വന്നേ. മാമി എപ്പോഴും പറയായിരുന്നല്ലോ അവനെ മണിമാളികയിലേക്ക് കൊണ്ടേ എറിഞ്ഞു കൊടുക്കൂന്ന്. അവൻ എന്നോട് വന്ന് സങ്കടം പറഞ്ഞ് കരയായിരുന്നു. എനിക്ക് അവന്റെ സങ്കടം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങളാ അവനെ ഈ വിധം ആക്കിയെന്ന് പറയാം. എന്നോട് ക്ഷമിക്കണം മോനെ. ഞാൻ അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ട് അവനോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷെ അവനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. അവന്റെ അച്ഛനോടുള്ള ദേഷ്യം ഞാൻ അവനോട് തീർത്തോണ്ടിരുന്നേ. എന്നാലും ഇത് വേണ്ടായിരുന്നു മമ്മി എന്ന് പറയാം. എനിക്ക് എന്റെ മോനെ വേണോടാ. നീ ഒരു കാര്യം ചെയ്യ, നീ വിളിക്ക് സുജ, ജീവാന്ന് ഉറക്കെ വിളിക്കുക. നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിളിയേക്കും. നീ വിളിച്ചാ അവന് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, സുജ പോയി കഥയെ മുട്ടിയിട്ട് ജീവാന്ന് കിടന്ന് അലറി വിളിക്കുക. പക്ഷെ അകത്തൊന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് സതി വരുന്നേ. സതി കേട്ട് വിളിക്കുന്നൊക്കെ സതി വന്നിട്ട് പറഞ്ഞു, എന്താടാ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്താ പിന്നെ കുഞ്ഞു പിള്ളേരെ പോലെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? അതെ, അങ്ങനെയൊന്നും വിളിച്ചാലൊന്നും അവൻ വരത്തില്ല. അത് മാത്രമല്ല, അവൻ അകത്തേക്ക് കയറി പോയതാണെങ്കിൽ ഇനി വരാനും പോകുന്നില്ല. ഈ സമയം സുജയൻ എന്ത് ചെയ്യാണ്, ഓടിപ്പോയിട്ട് അവിടെ വലുതായിട്ടൊരു മണി തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ മണി അടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുക. പെട്ടെന്ന് വന്നിട്ട് സതി അവനെ തടഞ്ഞു. നീ എന്ത് പരിപാടിയാടാ കാണിക്കണേ? നീ മാത്രമേ ഉള്ളൂ, എനിക്ക് കൊള്ളി വെക്കാനായിട്ട് നീ മാത്രമേ ഉള്ളൂ. നീയും കൂടെ ഈ മണിമാളികയിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിലോ, ഈ മണി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും കൂടെ അകത്തേക്ക് കയറിപ്പോ. പിന്നെ എനിക്ക് ആരാടാ ഉള്ളേ? ഇങ്ങനെ അമ്മ പറയരുത്. എനിക്ക് എന്റെ ജീവനെ രക്ഷിക്കണം. പാവം അവന് അകത്ത് എന്തോ അവന് ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവന് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിയേക്കാതിരിക്കില്ല എന്ന് പറയാം. എടാ, നീ ഇങ്ങനെ ഇവിടുന്ന് മണി അടിച്ചിട്ട് കാര്യമില്ല. അവൻ ഇനി വരാൻ പോകുന്നില്ല. നീ ഇങ്ങോട്ട് വന്ന് ഞാൻ ഒരു കാര്യം പറയാന്ന് പറയാം. പിന്നീട് ലീലയോട് പറഞ്ഞു, അത് ലീല, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വരാൻ പറയണം. ഇല്ല, ഞാൻ എന്റെ മോൻ വരാതെ വരത്തില്ല. ദേ ഒരു കാര്യം പറഞ്ഞ, ഇവിടെ വെറുതെ കരഞ്ഞു നിലവിളിച്ചിരിക്കാന്നേ ഉള്ളൂ, അല്ലാതെ അവൻ വരാനൊന്നും പോകുന്നില്ല. ദാ നമുക്ക് ആരുടെയും പോയി പറയാം, അന്വേഷിക്കാന്നൊക്കെ പറയാം. ഈ സമയത്ത് സുജ പറഞ്ഞു, ഇനി ആരാണോ ഇങ്ങോട്ടൊന്ന് വരുന്നത് എന്നെ രക്ഷിക്കാനായിട്ട്, എന്റെ ജീവനെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നേ മതിയാകുള്ളൂ. അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരുടെ കാല് തൊട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. കാരണം എന്റെ ജീവനെ രക്ഷിക്കാൻ പറഞ്ഞോണ്ട് എനിക്ക് അതിന് മാത്രമേ ഇനി പറ്റുള്ളൂ. ഈ സമയം സതി അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാ. കാരണം അപ്പോഴൊക്കെ ജീവനെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ, അവൻ എത്രയും പെട്ടെന്ന് തിരികെ വരണം എന്നുള്ള പ്രാർത്ഥന മാത്രമായിട്ട് ലീല എന്ത് ചെയ്യുവാണ്, ആ വലിയ മണിമാളികയുടെ ഫ്രണ്ടിൽ ആ കതകിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി ഇങ്ങനെ അകത്തിരിക്കുന്ന സമയത്താണ് അനസൂയ അങ്ങോട്ട് വരുന്നത്. അനസൂയ വന്നിട്ട് പറഞ്ഞു, അല്ല അമ്മ ഇവിടെ ഇരിക്കുവാണെന്ന് ചോദിക്കുക. എന്താ? അതെ, ഉണ്ണിമോളെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ടിവിക്കകത്ത് കാണിക്കുന്നുണ്ട്. ഉണ്ണിമോളെ കുറിച്ചോ? അതെ, ഉണ്ണിമോള് പറഞ്ഞില്ലായിരുന്നു ഒരു കിഴക്കേവാതിലിനെ കുറിച്ച്? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോളും ഗിരിദേവനും ബാബരും കൂടെ വന്നിട്ടാ പറഞ്ഞേ. അവര് ആ ജയന്തനെ കണ്ടെത്താനായിട്ട് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അനസൂയ പറഞ്ഞ, അതൊക്കെ തന്നെയമ്മേ ഇതേ ഇന്റർവ്യൂ ടിവിക്കകത്ത് കാണിക്കുന്നുണ്ട്. ഉണ്ണിമോളെ ഗിരിദേവനും ബാബരെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക എന്ന് പറയണം. ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയത്ത് വിനോദ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. കിഴക്കേ വാതിലിനെ കുറിച്ചുള്ള വീഡിയോസുകളെല്ലാം. ആഹാ, ഉണ്ണിമോളെ ഗിരിദേവനെ ബാബരെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കിഴക്കേ വാതിലിന് മോശം കിട്ടിയ കഥകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അങ്ങോട്ട് കയറി വരുന്നേ. അവരെ കണ്ടതും പെട്ടെന്ന് വിനോദ് വന്നിട്ട് പറഞ്ഞു, ഇതേ ഉണ്ണിമോളെ നിന്നെയൊക്കെ ടിവിക്കകത്ത് കാണിച്ചോണ്ടിരിക്കുന്നേ, നിങ്ങൾ വലിയ ഫേമസ് ആയല്ലോ എന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അതെ ഞങ്ങള് ഫേമസ് ആവാൻ വേണ്ടി അങ്ങോട്ടൊന്നും പോയതല്ല, ജയന്തൻ ചേട്ടൻ അന്വേഷിച്ച് പോയതാന്ന് പറയാം. അതൊക്കെ മനസ്സിലായി, ജയന്തനെ അന്വേഷിച്ച് പോയതാന്ന്. പക്ഷേങ്കില് നിങ്ങൾ അവിടെ ചെന്ന് ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു ദേശക്കാരെ മൊത്തം നിങ്ങൾ രക്ഷിച്ചേ. ആ നാട്ടിലെ ആൺകുട്ടികളുടെ മുഴുവൻ ജീവൻ നിങ്ങൾ രക്ഷിച്ചേ. ഇതെല്ലാം ടിവിക്കകത്ത് ഇതേ വലുതായിട്ട് തന്നെ അതെല്ലാം കാണിക്കുന്നുണ്ടെന്ന് പറയാം. നിങ്ങളെ അനുമോദിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണിമോളെ പിടിച്ച് വിനോദം മടിയിലേക്ക് ഏറ്റിരുത്തണം. എന്നാലും എന്റെ മോള്. ഈ സമയം ദേവികൻ പറഞ്ഞു, ഒരു കാലത്ത് എന്റെ ഉണ്ണിമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദുശകനമാണെന്നാ ഈ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ഉണ്ണിമോളെ കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു. എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു എന്റെ ഉണ്ണിമോളെ കുറിച്ച് ഓർത്തിട്ട്. പാവം എന്റെ ഉണ്ണിമോള് ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവൾ എന്താ ചെയ്തെന്നറിയോ? അയ്യപ്പസ്വാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്തേ. എല്ലാ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തോണ്ടിരുന്നു. അവസാനം അവൾക്ക് ഒരു നല്ല കാലം വന്നിരിക്കുമെന്ന് പറയാ. അനസൂയ പറഞ്ഞു, എല്ലാത്തിനും കാരണക്കാരൻ ഗിരിദേവനും ബാബരും ഒക്കെ തന്നെയാ. ഇവര് മൂന്നുപേരും ഒരു കൂട്ടുകെട്ടല്ലേ. ഒന്നിച്ച് ഉറങ്ങുന്നു, ഒന്നിച്ച് കിടക്കണു. അവര് നമ്മളൊന്നും ഒരിക്കലും അറിയാത്ത അങ്ങനെ മറ്റെന്തോ ഒരു ബന്ധമുണ്ട്. അതാന്ന് പറയാണ്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, അതെ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉണ്ണിമോളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾ എനിക്ക് പ്രതിഫലം തന്നിട്ടുണ്ടെന്ന് പറയാ. പ്രതിഫലമോ? ഞാനാ? ഗിരിദേവൻ ഞാൻ എപ്പോഴാ ഗിരിദേവ പ്രതിഫലം തന്നെ? വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാ. ഉണ്ണിമോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രതിഫലം തന്നില്ലേന്ന്. പിന്നീട് ഉണ്ണിമോൾ ആലോചിക്കുവാണ് ഇങ്ങനെ, എപ്പോഴാ ഗിരിദേവന് താൻ പ്രതിഫലം കൊടുത്തേ?
പെട്ടെന്ന് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് താനും മുത്തശ്ശിയും കൂടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി നേർച്ച ഇടാനായിട്ട് ഒരു രൂപ തൊട്ട് തന്റെ കയ്യിലേക്ക് തന്നായിരുന്നു. അതിങ്ങനെ നേർച്ച ഭണ്ഡാരക്കുട്ടിയിലേക്ക് ഇടാൻ തുടങ്ങുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണത്. അങ്ങനെ താഴേക്ക് വീണ സമയത്ത് ഗിരിദേവൻ അങ്ങോട്ട് വന്നേ. ഗിരിദേവൻ അത് എടുക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ താനത് പറയുകയും ചെയ്താ, അതെ ഇത് അയ്യപ്പസ്വാമിക്ക് നേർച്ചിടാനായിട്ട് എന്റെ മുത്തശ്ശി തന്നാ, ഇതല്ലാതെ വേറൊരു കോയിനും എന്റെ ഇല്ല എന്നുള്ള കാര്യം. പക്ഷെ അപ്പം ഗിരിദേവൻ പറഞ്ഞ ഇതെന്റെ കയ്യിലിരിക്കട്ടെ എന്നാ പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണല്ലേ, അതാണ് ഗിരിദേവൻ പ്രതിഫലം തന്നു പറയുന്നത്. ഉണ്ണിമോളൊന്ന് ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഗിരിദേവ, ഞാൻ എപ്പോഴാ പ്രതിഫലം തന്നെന്ന് മനസ്സിലായെന്ന് പറയാം. ഈ സമയം ദേവകിയും പറഞ്ഞു, എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാ. പെട്ടെന്ന് ടി വിക്കകത്ത് ന്യൂസ് കണ്ടുവരുന്നത്, ന്യൂസൊക്കെ അങ്ങോട്ട് മാറി അയ്യപ്പസ്വാമിയുടെ ആ ഒരു സിനിമ അത് അതിനകത്ത് കാണിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ പാട്ടും കാര്യങ്ങളും എല്ലാം, അയ്യപ്പസ്വാമി ജനിച്ചതും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ടി വിക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണിമോൾക്കും ദേവകിയമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷമായി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗിരിദേവൻ വാവരി ഒന്ന് നോക്കുവാണ്. തന്റെ കഥയാണ് ടി വിക്കകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പം ജീവയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഇനി ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് ഗിരിദേവൻ അങ്ങോട്ട് ചെല്ലും ജീവനെ രക്ഷിക്കാൻ വേണ്ടിട്ട്. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഒരു പുതിയ കഥയാണ് തുടങ്ങിയിരിക്കുന്നത്. ഉണ്ണിമോളെ ഗിരിദേവന്റെ ഒരു പുതിയ ദൗത്യമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.